ഈ നമ്മുടെ ഈ ബിരിയാണി റൈസും മസാലയും ചിക്കനും തമ്മിലൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇത് ചത്ത കോഴിയാണോ അതോ കൊന്ന കോഴിയാണോ? അത് നീ മിണ്ടാണ്ട് പോയിക്കൊള്ളാം, നക്കിട്ട് പോയിക്കൊള്ളാം. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. തിരുമനസ് ഞണ്ണുക. കൊള്ളില്ല. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85 ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഇയാൾ എന്താ വീട് റേഡിയാൻ വന്നതോ? നല്ല ശാപ്പാട് അടിക്കുന്നുണ്ടല്ലോ. പക്ഷെ ജിയെ പിണക്കിയ ഇയാൾ എന്നെ ഷേവ് ചെയ്യോ? തന്നെ ഒന്ന് കൊല്ലുകൂടോ ഞാൻ? ആ അച്ചാർ കൂടെ ചേർന്നപ്പോൾ വൃത്തികേടായി. അവിലൊന്നും വായി വെക്കാൻ കൊള്ളത്തില്ലല്ലോ. അതെന്റെ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്ക്. സലാഡ് തീരെ കൊള്ളില്ല. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നേ. ഈച്ച. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞാൽ ഈച്ച അനുസരിക്കാനൊന്നും പോലില്ല. മുടുപോയി. നിന്റെ ഊണ് കഴിഞ്ഞില്ലേ? ഏയ് തുടങ്ങിട്ടേ ഉള്ളൂ. അമ്മോ എനിക്ക് ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ണാം. എന്താ ചെയ്യ? ആരാ? എന്താ? ബിരിയാണിയോ? ആരാ? നിന്റെ അച്ഛൻ അപ്പുള്ള എത്തണ്ടി നാറി. കോഴിയുടെ മുട്ടയാണോ? വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണ ഒരു ഉണ്ണാമൻ. പാത്രം അവിടെ വെച്ചിരിക്ക. പാത്രം കണ്ട അപ്പ വന്നിരിക്കും പിശാശ്. കോഴിയുടെ മുട്ടയാണോ? മുട്ട എടുക്കുവാണേ. നല്ല രുചിയായിരിക്കും. കഴിച്ചിട്ട് വേഗം സ്ഥലം വിട്ടോളാം. ഒന്നും വിചാരിക്കരുത്, ഒരു മുട്ട കൂടെ എടുക്കുവാ. അല്ലെങ്കിൽ വേണ്ട, ഒരു 3-4-5 കയ്യിലിരിക്കട്ടെ. ചത്ത കോഴിയാണോ? മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സു നുള്ളി.